ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രീം കോടതിയിൽ മുദ്രവച്ച കവറിൽ സമർപ്പിച്ച വിവരങ്ങൾ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2017-2018 സാമ്പത്തിക വർഷത്തിൽ ബിജെപിക്ക് 218 കോടിയും 2018-19 സാമ്പത്തിക വർഷത്തിൽ 1450 കോടിയുമാണ് ലഭിച്ചത്. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സമഗ്ര വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് സിബി നൽകും. സിബി. അഞ്ജന, സുപ്രീം കോടതിയിൽ നാളെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് എന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിട്ടത്. പ്രത്യേകിച്ച് 2019 ഏപ്രിൽ 12 വരെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം കമ്മീഷൻ പുറത്തുവിട്ടിരുന്നില്ല. അത് SBI കൈമാറിയിരുന്നുമില്ല. അത് സുപ്രീം കോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങളായിരുന്നു ഇത്തരത്തിൽ പുറത്തുവിടാതിരുന്നത്. ഈ വിവരങ്ങൾ കൂടി ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് പ്രകാരം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 2017 മുതൽ 2019 ഏപ്രിൽ 12 വരെയുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. ഇതിൽ 2017-18 സാമ്പത്തിക വർഷത്തിൽ മാത്രം BJPക്ക് 500 ബോണ്ടുകളിലായി 210 കോടി രൂപ ലഭിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ 2018-19 ആകുമ്പോൾ BJPക്ക് 1450 കോടി രൂപയാണ് ഒരു വർഷം മാത്രം, ഒരു സാമ്പത്തിക വർഷം മാത്രം ബോണ്ടുകൾ വഴി ലഭിച്ചത്. അതേസമയത്ത് 2018-19 കോൺഗ്രസിന് 383 കോടി രൂപ ലഭിക്കുകയും ചെയ്തു. പിറ്റേ വർഷം 2019 രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വരികയും ആ അധികാരത്തിൽ വന്ന 2019 വർഷത്തിൽ മാത്രം 2555 കോടി രൂപ BJPക്ക് ലഭിക്കുകയും ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആകെ നോക്കുമ്പോൾ ഏകദേശം 7000 കോടിയിലധികം രൂപയാണ് ഈ 2018 മുതൽ 2024 വരെ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചത്. അതായത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ 50% BJPയിലേക്ക് തന്നെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നതും. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എത്ര രൂപ ഏതൊക്കെ ബോണ്ട് വഴി ലഭിച്ചു എന്ന് ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMKയും AIADMKയും ഇന്നിപ്പോൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ DMK പറയുന്നത് DMKക്ക് ലഭിച്ച 695 കോടി രൂപയിൽ 509 കോടി രൂപയിൽ ലഭിച്ചത് ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൽ നിന്നാണെന്ന് DMK വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മേഘ എഞ്ചിനീയറിംഗിൽ DMKക്ക് 65 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില വിവരങ്ങൾ കൂടി DMK എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വഴി വലിയ തുക BJPക്ക് കൈപ്പറ്റിയെന്നല്ല വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവിട്ട വിവരങ്ങൾ കൂടി. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജി പരിഗണിക്കും. ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയ അല്ലെങ്കിൽ ബോണ്ടിൻ്റെ നമ്പറുകൾ അടക്കമല്ലാതെയും പ്രസിദ്ധീകരിക്കുമെന്ന് DY ചന്ദ്രയുടെ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നാളെ ഈ ഒരു ഹർജി വീണ്ടും ഈ സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും. അഞ്ജന.